കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല, ധനലക്ഷ്മി ബാങ്കിന് സമീപം ഓട്ടുപാറ. വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം. മുട്ടുവേദന, നടുവേദന, എല്ല് തേയ്മാനം എന്നിവയ്ക്ക് ഫലപ്രദമായ ചികിത്സ. ഗർഭകാല ചികിത്സയും പ്രസവാനന്തര ചികിത്സയും, PCOD, ഗർഭാശയ രോഗങ്ങൾ തുടങ്ങി സ്ത്രീജന്യ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ. PNNM ആയുർവേദ കോളേജിലെ ഡോക്ടർ V. വിനീഷ് MD ബുധനാഴ്ചകളിൽ വൈകിട്ട് 5 മുതൽ 7 വരെയും, ഡോക്ടർ ഫെബിജാൻ മുംതാസ് BAMS ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 4 മുതൽ 6 വരെയും രോഗികളെ പരിശോധിക്കുന്നു. കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല, ധനലക്ഷ്മി ബാങ്കിന് സമീപം ഓട്ടുപാറ. കോൺടാക്ട് 9447389125. വിദ്യാർത്ഥിയെ മർദ്ദിച്ച സംഭവത്തിൽ വിശദീകരണവുമായി വരവൂർ സ്കൂളിലെ അധ്യാപകൻ മണികണ്ഠൻ. സംഭവത്തിൽ തനിക്ക് തെറ്റുപറ്റിയതായും എന്നാൽ ഒരു അധ്യാപകൻ എന്ന നിലയിൽ കടുത്ത മാനസിക വിഷമമുണ്ടാക്കിയ സാഹചര്യത്തിലാണ് അങ്ങനെ പ്രതികരിക്കേണ്ടി വന്നതെന്നും അധ്യാപകൻ പറയുന്നു. 40ഓളം കുട്ടികളുള്ള ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മറ്റ് അധ്യാപിക വാതിലിൽ വന്ന് മുട്ടിയത്. അവർ അകത്തേക്ക് വരുമ്പോഴാണ് ഒരു വിദ്യാർത്ഥി മേശപ്പുറത്ത് കയറിയിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതും അധ്യാപിക അതിനെക്കുറിച്ച് ചോദിച്ചതും. കാഴ്ച പരിമിതിയുള്ള വ്യക്തിയാണ് താൻ. തന്റെ ഈ പരിമിതിയെ മുതലെടുത്ത് ക്ലാസ്സിൽ മേശപ്പുറത്ത് കയറിയിരുന്ന് തന്നെ കോമാളിയായി ചിത്രീകരിക്കുകയായിരുന്നു ആ വിദ്യാർത്ഥി. ഒരു നിമിഷത്തിലുണ്ടായ തീവ്രമായ മനോവിഷമത്തിലാണ് അങ്ങനെ ചെയ്തത്. താൻ ചെയ്തത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയാത്ത കാര്യമാണെന്നും എന്നാൽ അതിലേക്ക് നയിച്ച സാഹചര്യം എല്ലാവരും മനസ്സിലാക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. എല്ലാവരും ശ്രദ്ധയ്ക്ക്, ഞാൻ മണികണ്ഠൻ മാഷ്, വരൂർ സ്കൂളിലെ മണികണ്ഠൻ മാഷാണ്. 2 ദിവസമായിട്ട് നവമാധ്യമങ്ങളിൽ എന്നെക്കുറിച്ചുള്ള ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സംഭവം ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ്. ആ തെറ്റിലേക്ക് എന്നെ കൊണ്ടുവന്ന് എത്തിച്ച സംഭവം കൂടി നിങ്ങളെല്ലാവരും ഒന്ന് അറിയണം എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോയിലൂടെ നിങ്ങളെ കേൾപ്പിക്കുന്നത്. ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ടീച്ചർ വാതിലിൽ വന്ന് തട്ടുന്നു. കുട്ടികളോട് എന്തൊരു മെസ്സേജ് കൊടുക്കാനായിട്ടാണ് ടീച്ചർ വരുന്നത്. ടീച്ചർ ക്ലാസ്സിൽ കയറിയ വശം കാണുന്നത് എന്താ മേശപ്പുറത്ത് കയറി ഇരിക്കുന്ന ഒരു കുട്ടിയുണ്ടാണ്. അപ്പോൾ എൻ്റെ ഒരു കാഴ്ച പരിമിതിയുള്ള ഒരാൾ കൊണ്ടുതന്നെ ഞാൻ തീരെ കാണാത്ത ഒരാളാണ്. അപ്പോൾ ഇത്രയും 10-40 കുട്ടികൾ ആ ക്ലാസ്സിലിരിക്കുന്നു. അവർ മുന്നിൽ ഒരു കോമാളിയാക്കിയിട്ടാണ് എന്നെ കുട്ടി കാണിച്ചിരിക്കുന്നത്. ആ മേശയുടെ മുകളിൽ കയറിയിരിക്കുക. അപ്പോൾ മുൻകാലങ്ങളിലും ആ കുട്ടിയിൽ നിന്നോ മറ്റു കുട്ടികളിൽ നിന്നോ എന്നെ അങ്ങനെ ചീറ്റ് ചെയ്തിട്ടുണ്ടാവാം. എനിക്ക് അത്രയും വിഷമമായി, സങ്കടവും ദേഷ്യവും എല്ലാം കൂടി ഒരു പ്രകോപനം ഉണ്ടായി. പെട്ടെന്ന് തോന്നിയൊരു വികാരത്തിലാണ് ഞാൻ കുട്ടി ചെയ്യാൻ പാടില്ലാത്താണ്, പറ്റിപ്പോയി. അല്ലാതെ ഒരിക്കലും ഒരു വൈരാഗ്യത്തോട് കൂടിയിട്ട് കുട്ടിയോട് ചെയ്തതല്ല. എനിക്കുണ്ടായൊരു വിഷമം നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ നിങ്ങളൊരാളായി കാണും. നിങ്ങൾക്കായിരിക്കും കാഴ്ചക്കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ വേദന അറിയും. ഇത്രയും കുട്ടികളുള്ള ക്ലാസ്സിൽ എന്നെ കോമാളിക്ക് തുല്യമായിരുന്നു കുട്ടികൾ ചെയ്തിരുന്നത്. മേശയുടെ മുകളിൽ കയറിയിരിക്കുക, പിന്നെ എന്തൊക്കെയാണ് അവരോട് ചെയ്തിരുന്നതെന്ന് എനിക്ക് കാണില്ലല്ലോ. അപ്പോൾ ഉണ്ടായ ഒരു വികാരം കൊണ്ട് പറ്റിപ്പോയതാണ്. ഇത് എല്ലാവരും മനസ്സിലാക്കണം. You are watching VCV News.